ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33-ാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്ന അവിടുത്തെ മഹാകരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ: പുറപ്പാട് അധ്യായം 10-11, ലേവ്യർ അധ്യായം 8, സങ്കീർത്തനങ്ങൾ 50. നമുക്ക് വചനവായന ആരംഭിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. പുറപ്പാട് അധ്യായം 10. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ ഫറവോയുടെ അടുത്തേക്ക് പോവുക. അവൻ്റെ ഹൃദയവും അവൻ്റെ ദാസരുടെ ഹൃദയവും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു. ഇത് അവൻ്റെ മധ്യേ എൻ്റെ ഈ അടയാളങ്ങൾ പതിക്കേണ്ടതിനും ഞാൻ ഈജിപ്തുകാരെ വിഡ്ഢികളാക്കിയ കാര്യവും അവർക്കിടയിൽ ഞാൻ ചെയ്ത എൻ്റെ അടയാളങ്ങളും നിന്റെ മകൻ്റെയും മകൻ്റെ മകൻ്റെയും ശ്രവണപുടങ്ങളിൽ ഓതേണ്ടതിനുമാണ്. അങ്ങനെ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്നു. അവർ അവനോട് പറഞ്ഞു, എബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, എൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ എത്ര നാളത്തേക്ക് നീ വിസമ്മതിക്കും? എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ ഇതാ നാളെ ഞാൻ വെട്ടുക്കിളിയെ നിന്റെ ഭൂപ്രദേശത്ത് വരുത്തും. ഭൂമി കാണാൻ പറ്റാത്ത വിധം അത് ഭൂദൃശ്യം മറയ്ക്കും. കൽമഴയിൽ നിന്ന് നിങ്ങൾക്കായി വിട്ടുകിട്ടിയ അല്പാവശേഷം അത് തിന്നൊടുക്കും. നിങ്ങൾക്കായി വയലിൽ തളിർത്ത വൃക്ഷങ്ങളെല്ലാം അവ തിന്നും. നിന്റെ പിതാക്കന്മാരും പിതാക്കന്മാരുടെ പൂർവികരും അവർ മണ്ണിൽ ആവിർഭവിച്ച ദിവസം മുതൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം നിന്റെ ഭവനങ്ങളും നിന്റെ എല്ലാ സേവകരുടെയും ഭവനങ്ങളും എല്ലാ ഈജിപ്തുകാരുടെയും ഭവനങ്ങളും അവ കൊണ്ട് നിറയും. അനന്തരം അവൻ ഫറവോയുടെ പക്കൽ നിന്ന് പിന്തിരിഞ്ഞ് ഇറങ്ങിപ്പോയി. ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു, എത്ര നാളത്തേക്ക് ഇയാൾ നമുക്കൊരു കെണിയാകും? തങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കാൻ ഈ ആളുകളെ വിട്ടയച്ചാലും ഈജിപ്ത് നശിക്കുകയാണെന്ന് ഇനിയും അങ്ങ് അറിയുന്നില്ലേ? മോശയും അഹ്റോനും ഫറവോയുടെ പക്കൽ തിരികെ ആനീതരായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കുവിൻ. എന്നാൽ പോകുന്നവർ ആരെല്ലാം? മോശ പറഞ്ഞു, ഞങ്ങളുടെ യുവാക്കളോടും വൃദ്ധരോടുമൊപ്പം ഞങ്ങൾ പോകും. ഞങ്ങളുടെ പുത്രീപുത്രന്മാരോടും ആടുമാടുകളോടുമൊപ്പം ഞങ്ങൾ പോകും. കാരണം ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഉത്സവമാണ്. അവൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അയച്ചെങ്കിലല്ലേ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. കാണുവിൻ, തീർച്ചയായും നിങ്ങളുടെ മുഖത്ത് കാപട്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേണ്ട. നിങ്ങൾ പുരുഷന്മാർ പോയി കർത്താവിനെ സേവിക്കുവിൻ. അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. തുടർന്ന് അവരെ ഫറവോയുടെ മുമ്പിൽ നിന്ന് പുറത്താക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഈജിപ്ത് ദേശത്തിന്മേൽ വെട്ടുക്കിളിക്കായി നിന്റെ കൈ നീട്ടുക. അങ്ങനെ അത് ഈജിപ്ത് ദേശത്ത് വന്നു കയറി കൽമഴ അവശേഷിപ്പിച്ചവയെല്ലാം, അതായത് നാട്ടിലെ ഓരോ സസ്യവും തിന്നൊടുക്കട്ടെ. മോശ തൻ്റെ വടി ഈജിപ്ത് ദേശത്തിന്മേൽ നീട്ടി. കർത്താവ് ആ പകൽ മുഴുവനും രാത്രി മുഴുവനും ഒരു കിഴക്കൻ കാറ്റ് വീശാനിടയാക്കി. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ വഹിച്ചുകൊണ്ടുവന്നു. വെട്ടുക്കിളി ഈജിപ്ത് നാട്ടിലാകെ വന്നു കയറി. ഈജിപ്ത് ഭൂപ്രദേശം മുഴുവൻ അവ സ്വൈരവിഹാരം നടത്തി. അവ വളരെ ശക്തമായിരുന്നു. തീർച്ചയായും അതിനു മുമ്പ് അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല, അതിനുശേഷം ഉണ്ടാവുകയുമില്ല. തീർച്ച അത് നാട് മുഴുവൻ്റെയും ദൃശ്യം മറച്ചു. നാടിരുണ്ടു. കൽമഴ അവശേഷിപ്പിച്ചിരുന്ന നാട്ടിലെ ഓരോ സസ്യവും വൃക്ഷഫലവും അത് കാർന്നു തിന്നു. ഈജിപ്ത് ദേശത്താകമാനം മരത്തിലും വയൽച്ചെടിയിലും ഒരു പച്ചയും അവശേഷിച്ചില്ല. ഫറവോ മോശയെയും അഹ്റോനെയും വിളിക്കാൻ തിടുക്കപ്പെട്ടു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായും നിങ്ങൾക്കെതിരായും ഞാൻ പാപം ചെയ്തു. ഇപ്പോൾ ഇപ്രാവശ്യം കൂടി എൻ്റെ പാപം നീ ക്ഷമിച്ചാലും ഈ മാരണം എന്നിൽ നിന്ന് വിട്ടകലേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് അപേക്ഷിക്കുവിൻ. അവൻ ഫറവോയുടെ പക്കൽ നിന്ന് പുറത്തുപോയി കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് വളരെ ശക്തമായ കടൽക്കാറ്റ് തിരിച്ചുവിട്ടു. അത് വെട്ടുക്കിളിയെ സമ്മോഹിച്ച് ചെങ്കടലിലേക്ക് എറിഞ്ഞു. ഈജിപ്തിൻ്റെ അതിർത്തിക്കുള്ളിലെങ്ങും ഒരു വെട്ടുക്കിളിയും അവശേഷിച്ചില്ല. കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അതിനാൽ അവൻ ഇസ്രായേലിനെ വിട്ടയച്ചില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഈജിപ്ത് ദേശത്ത് ഇരുട്ട്, തൊട്ടറിയാവുന്ന ഇരുട്ട് ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. ഈജിപ്ത് ദേശം മുഴുവൻ 3 ദിവസം കൂരിരുട്ടുണ്ടായി. അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല. 3 ദിവസത്തേക്കാരും നിലത്തുനിന്ന് എഴുന്നേറ്റില്ല. എന്നാൽ ഇസ്രായേല്യർക്കെല്ലാം തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു.
ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു, പോയി നിങ്ങളുടെ കർത്താവിനെ സേവിക്കുവിൻ. നിങ്ങളുടെ ആടുമാടുകൾ മാത്രം ശേഷിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളോടൊപ്പം പോരട്ടെ. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ സമർപ്പിക്കാൻ ഒന്നുകിൽ നീ ബലികളും ഹോമയാഗങ്ങളും ഞങ്ങളുടെ കയ്യിൽ തരേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോടുകൂടെ പോരേണ്ടതുണ്ട്. ഒരു കുളമ്പ് പോലും ശേഷിക്കാൻ പാടില്ല. കാരണം ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവയിൽ നിന്നാണ് ഞങ്ങൾ എടുക്കേണ്ടത്. എങ്ങനെയാണ് ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടതെന്ന് അവിടെ എത്തുന്നതുവരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി, അതിനാൽ അവരെ വിട്ടയക്കാൻ അവൻ മനസ്സായില്ല. ഫറവോ അവനോട് പറഞ്ഞു, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. ഒരിക്കൽ കൂടി നീ എൻ്റെ മുഖം കാണുന്നത് സൂക്ഷിച്ചു വേണം. എന്തെന്നാൽ എൻ്റെ മുഖം കാണുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ മോശ പറഞ്ഞു, നീ ശരിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ മുഖം കാണുക എന്നത് ഇനി സംഭവിക്കുകയില്ല. പുറപ്പാട് അധ്യായം 11. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഒരു വ്യാധി കൂടി ഞാൻ ഫറവോയുടെയും ഈജിപ്തിൻ്റെയും മേൽ വരുത്തും. അതിനുശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും. അവൻ വിട്ടയക്കുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങളെ ഒട്ടാകെ അവൻ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. ഓരോ പുരുഷനും തൻ്റെ അയൽക്കാരിൽ നിന്നും ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയിൽ നിന്നും സ്വർണ്ണ ഉരുപ്പടികളും വെള്ളി ഉരുപ്പടികളും ആവശ്യപ്പെടണമെന്ന് നീ ജനത്തിൻ്റെ ചെവികളിൽ പറയണം. ഈജിപ്തുകാരുടെ ദൃഷ്ടികളിൽ ജനത്തോടുള്ള പ്രീതി കർത്താവ് ഉളവാക്കി. മാത്രമല്ല, ഈജിപ്ത് ദേശത്ത് ഫറവോയുടെ സേവകരുടെ ദൃഷ്ടികളിലും ജനത്തിൻ്റെ ദൃഷ്ടികളിലും മോശ എന്ന വ്യക്തി വളരെ വലിയവനുമായിരുന്നു. മോശ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുളിച്ചെയ്യുന്നു, അർദ്ധരാത്രിയോടെ ഞാൻ ഈജിപ്തിന് മധ്യേ കടന്നുപോകും. ഈജിപ്ത് നാട്ടിലെ സകല കടിഞ്ഞൂലും മരിക്കും. തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ഫറവോയുടെ കടിഞ്ഞൂൽ മുതൽ തിരികല്ലിന് പിന്നിലെ പരിചാരികയുടെ കടിഞ്ഞൂലും കന്നുകാലിയുടെ കടിഞ്ഞൂലും വരെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ആവർത്തിക്കില്ലാത്തതുമായ വലിയ നിലവിളി ഈജിപ്ത് നാട്ടിലെങ്ങും ഉണ്ടാകും. എന്നാൽ ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നു എന്ന് നിങ്ങളറിയാൻ ഇസ്രായേലിൽ മനുഷ്യൻ മുതൽ മൃഗം വരെ ആർക്ക് നേരെയും നായ മുരളുകയില്ല. അപ്പോൾ നിന്റെ ഈ സേവകരെല്ലാം എൻ്റെ പക്കലേക്ക് ഇറങ്ങി, താങ്കളും താങ്കൾക്ക് കീഴിലുള്ള സമസ്ത ജനവും പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമിക്കും. ഇതിനുശേഷം ഞാൻ പുറപ്പെടും. അവൻ ഉഗ്രകോപത്തോടെ ഫറവോയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈജിപ്ത് ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോ നിങ്ങളെ ഗൗനിക്കുകയില്ല. ഫറവോയുടെ സന്നിധിയിൽ മോശയും അഹ്റോനും ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു. എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേലിനെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചില്ല. ലേവ്യർ അധ്യായം 8. കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു, അഹ്റോനെയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, പാപമുക്തിയാഗത്തിനുള്ള മൂരി, 2 മുട്ടാടുകൾ, പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ കുട്ട എന്നിവയും കൊണ്ടുവരിക. സമൂഹം മുഴുവനെയും സമാഗമ കൂടാര വാതിൽക്കൽ സമ്മേളിപ്പിക്കുക. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. സമൂഹം സമാഗമ കൂടാര വാതിൽക്കൽ സമ്മേളിച്ചു. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, അനുഷ്ഠിക്കാനായി കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ്. അനന്തരം മോശ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും അടുത്തു വരുത്തി അവരെ വെള്ളം കൊണ്ട് ക്ഷാളനം ചെയ്തു. അവൻ്റെ മേൽ നിലയങ്കി അണിയിച്ചു. അവനെ അരപ്പട്ട കൊണ്ട് ചുറ്റി അവനെ കുറിയങ്കി ധരിപ്പിച്ചു. അതിൻ്റെ മേൽ പ്രധാനയങ്കി അണിയിച്ചു. പ്രധാനയങ്കിയുടെ അലങ്കൃത കെട്ടുകൊണ്ട് ചുറ്റി അവനെ അതുകൊണ്ട് അരമുറുക്കി അവൻ്റെ മേൽ ഉരസ്ത്രാണമിട്ടു. ഉരസ്ത്രാണത്തിലേക്ക് ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു. അവൻ്റെ ശിരസിന്മേൽ ശിരോവസ്ത്രം വെച്ചു. ശിരോവസ്ത്രത്തിന്മേൽ മുൻഭാഗത്ത് വിശുദ്ധിയുടെ കിരീടം, അതായത് സ്വർണത്തിൻ്റെ പുഷ്പം വെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം മോശ അഭിഷേക തൈലമെടുത്ത് ആലയവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു. അങ്ങനെ അവ വിശുദ്ധീകരിച്ചു. അതിൽ നിന്ന് ബലിപീഠത്തിന്മേൽ അവൻ 7 പ്രാവശ്യം തൂകി. അവൻ ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അവ വിശുദ്ധീകരിക്കുന്നതിനായി അഭിഷേകം ചെയ്തു. അഹ്റോനെ വിശുദ്ധീകരിക്കാനായി അവൻ്റെ ശിരസിന്മേൽ കുറച്ച് അഭിഷേക തൈലമൊഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. അഹ്റോന്റെ പുത്രന്മാരെയും മോശ അടുത്തു കൊണ്ടുവന്ന് അവരെ നിലയങ്കി അണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും അവർക്ക് തലപ്പാവ് ചുറ്റുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ കൊണ്ടുവന്നപ്പോൾ അഹ്റോനും അവൻ്റെ പുത്രന്മാരും പാപമുക്തിയാഗത്തിനുള്ള മൂരിയുടെ തലയിൽ അവരുടെ കൈകൾ വെച്ചു. അറുത്ത് രക്തമെടുത്ത് മോശ തൻ്റെ വിരൽ കൊണ്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ ചുറ്റും പുരട്ടി. അവൻ ബലിപീഠം ശുദ്ധീകരിച്ച് രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചു. അതിന്മേൽ പരിഹാരം അനുഷ്ഠിക്കാനായി അതിനെ വിശുദ്ധീകരിച്ചു. കുടലിന്മേലുള്ള മേധസ് മുഴുവനും കരളിൻ്റെ കൊഴുപ്പുപാളിയും 2 വൃക്കകളും അവയുടെ മേധസ്സും മോശ എടുത്ത് ബലിപീഠത്തിൽ ധൂമിച്ചു. മൂരിയെ, അതായത് അതിൻ്റെ തോൽ, മാംസം, ചാണകം എന്നിവ പാളയത്തിന് വെളിയിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു.
കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. ഹോമയാഗത്തിനുള്ള മുട്ടാടിനെ അവൻ അടുത്തു കൊണ്ടുവന്നു. അഹ്റോനും അവൻ്റെ പുത്രന്മാരും തങ്ങളുടെ കൈകൾ മുട്ടാടിൻ്റെ തലയിൽ വെച്ചു. മോശ അതിനെ അറുത്ത് രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. മുട്ടാടിനെ കഷണങ്ങളായി മുറിച്ചു. തലയും കഷണങ്ങളും കൊഴുപ്പും മോശ ധൂമിച്ചു. മോശ അതിൻ്റെ ആന്തരാവയവും കാൽവണ്ണകളും വെള്ളത്തിൽ കഴുകി. മുട്ടാടിനെ മുഴുവനും ബലിപീഠത്തിൽ ധൂമിച്ചു. അത് ഹോമയാഗമായിരുന്നു, കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. അവൻ രണ്ടാമത്തെ മുട്ടാടിനെ, പ്രതിഷ്ഠാപനയാഗത്തിനുള്ള മുട്ടാടിനെ അടുത്തു കൊണ്ടുവന്നു. അഹ്റോനും അവൻ്റെ പുത്രന്മാരും തങ്ങളുടെ കൈകൾ മുട്ടാടിൻ്റെ തലയിൽ വെച്ചു. മോശ അതിനെ അറുത്ത് കുറച്ച് രക്തമെടുത്ത് അഹ്റോന്റെ വലത്ത് കീഴ്ക്കാതിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്ത് കാലിൻ്റെ പെരുവിരലിലും പുരട്ടി. തുടർന്ന് അവൻ അഹ്റോന്റെ പുത്രന്മാരെ അടുത്തു വരുത്തി രക്തത്തിൽ നിന്ന് അവരുടെ വലത്ത് കീഴ്ക്കാതിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്ത് കാലിൻ്റെ പെരുവിരലിലും പുരട്ടി മോശ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. മേധസ്സും കൊഴുത്തവാലും കുടലിന്മേലുള്ള മേധസ് മുഴുവനും കരളിൻ്റെ കൊഴുപ്പുപാളിയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും വലത്ത് കുറകും അവനെടുത്തു. കർത്തൃസന്നിധിയിലുള്ള പുളിപ്പില്ലാത്തപ്പങ്ങളുടെ കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരപ്പം, ഒരു എണ്ണവട, ഒരട എന്നിവയെടുത്ത് മേധസ്സുകളിന്മേലും വലത്ത് കുറകിന്മേലും വെച്ചു. ഇവയെല്ലാം അവൻ അഹ്റോന്റെ കൈക്കുമ്പിളിലും അവൻ്റെ പുത്രന്മാരുടെ കൈക്കുമ്പിളിലും വെച്ചു കൊടുത്തു. അവൻ കർത്തൃസന്നിധിയിൽ നീരാജനമൊഴിഞ്ഞു. മോശ അവ അവരുടെ കൈക്കുമ്പിളിൽ നിന്നെടുത്ത് ഹോമയാഗത്തിനുമേൽ ബലിപീഠത്തിൽ ധൂമിച്ചു. അത് പ്രതിഷ്ഠാപനയാഗമാണ്, കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം. മോശ നെഞ്ചെടുത്ത് കർത്തൃസന്നിധിയിൽ നീരാജനമൊഴിഞ്ഞു. അതായിരുന്നു പ്രതിഷ്ഠാപനയാഗത്തിൻ്റെ മുട്ടാടിൽ നിന്ന് മോശയ്ക്കുള്ള വിഹിതം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള കുറച്ച് രക്തവും എടുത്ത് അഹ്റോന്റെ മേലും അവൻ്റെ വസ്ത്രങ്ങളുടെ മേലും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രങ്ങളുടെ മേലും തളിച്ചു. അങ്ങനെ അവൻ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളും വിശുദ്ധീകരിച്ചു. മോശ അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും പറഞ്ഞു, സമാഗമ കൂടാരവാതിൽക്കൽ വെച്ച് മാംസം വേവിക്കുവിൻ. അഹ്റോനും പുത്രന്മാരും അത് ഭക്ഷിക്കണമെന്ന് ഞാൻ കൽപ്പിച്ചതുപോലെ അതും പ്രതിഷ്ഠാപനയാഗത്തിൻ്റെ കുട്ടയിലുള്ള അപ്പവും അവർ അവിടെ വെച്ച് ഭക്ഷിക്കട്ടെ. മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങളുടെ പ്രതിഷ്ഠാപന ദിവസങ്ങൾ പൂർത്തിയാകുന്ന ദിനം വരെ 7 ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് നിങ്ങൾ വിട്ടുപോകരുത്. എന്തെന്നാൽ അവിടുന്ന് 7 ദിവസത്തേക്ക് നിങ്ങളെ പ്രതിഷ്ഠിക്കും. കർത്താവ് ഇന്ന് നിർവഹിച്ചതിന് പ്രകാരം നിങ്ങളെ പ്രതി പരിഹാരമനുഷ്ഠിക്കാനാണ് അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ അനുശാസനം പാലിച്ചുകൊണ്ട് 7 ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ കൂടാര വാതിൽക്കൽ കഴിയുവിൻ. അങ്ങനെ നിങ്ങൾ മരിക്കാതിരിക്കും. എന്തെന്നാൽ അങ്ങനെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവ് മോശ വഴി കൽപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അഹ്റോനും അവൻ്റെ പുത്രന്മാരും നിറവേറ്റി. സങ്കീർത്തനങ്ങൾ 50. ആസാഫിൻ്റെ കീർത്തനം. ദൈവം തമ്പുരാനായ കർത്താവ് സംസാരിക്കുകയും സൂര്യോദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുകയും ചെയ്യുന്നു. സൗന്ദര്യത്തികവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, അവിടുന്ന് മൗനമായിരിക്കുകയില്ല. അവിടുത്തെ മുമ്പിൽ തീയെരിയുന്നു, അവിടുത്തെ ചുറ്റും ശക്തമായി കൊടുങ്കാറ്റടിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വിധിക്കാൻ മുകളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ബലിയോട് ചേർന്ന് എൻ്റെ ഉടമ്പടി ഉറപ്പിച്ചിട്ടുള്ള എൻ്റെ ഭക്തരെ എനിക്കായി ഒന്നിച്ചു ചേർക്കുവിൻ. ആകാശങ്ങൾ അവിടുത്തെ നീതി വർണ്ണിക്കുന്നു. എന്തെന്നാൽ ദൈവം തന്നെയാണ് ന്യായാധിപൻ. എൻ്റെ ജനമേ കേൾക്കുക, ഇസ്രായേലേ ഞാൻ സംസാരിക്കട്ടെ. ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകട്ടെ. നിന്റെ ദൈവമായ ഞാനാണ് ദൈവം. നിന്റെ ബലികളെക്കുറിച്ചല്ല നിന്നെ ഞാൻ ശാസിക്കുന്നത്. നിന്റെ ദഹനയാഗങ്ങൾ നിരന്തരം എൻ്റെ മുമ്പിലുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് മൂരിയെ ഞാൻ സ്വീകരിക്കുകയില്ല. നിന്റെ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് മുട്ടാടുകളെയും. ഓരോ കാനനജീവിയും എൻ്റേത് തന്നെ. ആയിരക്കണക്കിന് കുന്നുകളിലെ മൃഗങ്ങളും പർവ്വതങ്ങളിലെ ഓരോ പറവയെയും ഞാൻ അറിയുന്നു. വന്യജന്തുജാലം എന്നോടൊപ്പമുണ്ട്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ലോകവും അതിലുള്ളവയും എൻ്റേതാണല്ലോ. ഞാൻ കാളക്കൂറ്റന്മാരുടെ മാംസം തിന്നുമോ? മുട്ടാടുകളുടെ രക്തം കുടിക്കുമോ? കൃതജ്ഞത, നീ ദൈവത്തിന് ബലിയർപ്പിക്കുക. അത്യുന്നതനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക. അനർത്ഥദിനത്തിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ അതിൽ നിന്ന് വിടുവിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എൻ്റെ ചട്ടങ്ങൾ വിവരിക്കാൻ നിനക്കെന്ത് കാര്യം? എൻ്റെ ഉടമ്പടി നീ നിന്റെ അധരത്തിൽ വഹിക്കുന്നു. എന്നാൽ നീ ശിക്ഷണം വെറുക്കുന്നു. എൻ്റെ വചനങ്ങൾ നീ പുറന്തള്ളുന്നു. കള്ളനെ കണ്ടാൽ നീ അവനുമായി കൂട്ടുകൂടും. വ്യഭിചാരികളോടൊത്താണ് നിന്റെ ഓഹരി. നിന്റെ വായ് നീ തിന്മ കഴിച്ചു വിട്ടിരിക്കുന്നു. നിന്റെ നാവ് വഞ്ചന കൂട്ടിയിണക്കുന്നു.
നീ ഇരുന്ന് നിന്റെ സഹോദരനെതിരായി സംസാരിക്കുന്നു, നിന്റെ മാതൃതനയനെതിരെ അധിക്ഷേപം നടത്തുന്നു. നീ ഇവ ചെയ്തു. ഞാൻ മൗനം ദീക്ഷിച്ചപ്പോൾ നിന്നെപ്പോലെ തന്നെയാണ് ഞാനെന്ന് നീ കരുതി. ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ മുമ്പിൽ അവ നിരത്തിവെക്കും. സർവേശ്വരനെ മറക്കുന്നവരെ, ഇത് ബോധ്യപ്പെട്ടുകൊള്ളുവിൻ. അല്ലെങ്കിൽ മോചിപ്പിക്കാൻ ആരുമില്ലാതെ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. കൃതജ്ഞത ബലിയായി അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അവൻ ജീവിതചര്യ ക്രമപ്പെടുത്തുന്നവനാണ്. ദൈവിക രക്ഷ ആസ്വദിക്കാൻ അവന് ഞാൻ ഇടയാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33-ാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്ന അവിടുത്തെ മഹാകരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈജിപ്തിന് നേരെ ദൈവം അയക്കുന്ന മഹാമാരികളിൽ അവസാനത്തെ 3 ഈ വചന വായനയിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നു. വെട്ടുക്കിളികൾ നിറയുന്നതും അന്ധകാരം വ്യാപിക്കുന്നതും ആദ്യജാതന്മാർ കൊല്ലപ്പെടുമെന്ന സൂചന നൽകപ്പെടുന്നതുമാണ് ഈ അധ്യായങ്ങളിൽ. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ഈ മഹാമാരികൾ ഈജിപ്തിലെ ദേവന്മാർക്കെതിരെയുള്ള യഹോവയുടെ പ്രഹരമായിരുന്നു. ഈജിപ്തിലെ സകല ദേവന്മാർക്കും മുകളിലാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് തെളിയിക്കപ്പെടുകയാണിവിടെ. ഒപ്പം ഇസ്രായേൽ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് താൻ ആരാണെന്ന ബോധ്യം പകരാൻ ദൈവം നടത്തുന്ന ശ്രമം കൂടിയാണിത്. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഈ ജനതയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞുപോയ വിജാതീയ വിഗ്രഹങ്ങളെ ഉടച്ച് താഴെയിടുകയാണ് ദേവന്മാർക്കെതിരെ യഹോവയുടെ കരം ഉയരുന്നതിലൂടെ. ആ ദേവന്മാർ മനുഷ്യഭാവനയുടെ സൃഷ്ടികൾ മാത്രമെന്ന് ദൈവമായ കർത്താവിൻ്റെ കോടതി വിധി എഴുതി. 9-ാമത്തെ മഹാമാരി ഈജിപ്തിൽ മുഴുവൻ അന്ധകാരം വ്യാപിച്ചതാണ്. വെളിച്ചത്തെ സൃഷ്ടിച്ച ദൈവം 3 ദിവസത്തേക്ക് വെളിച്ചത്തെ പിൻവലിക്കുന്നു എന്നതിലുപരി എബ്രായരുടെ ദൈവത്തിൽ നിന്ന് റേ എന്ന് ഈജിപ്തുകാർ വിളിച്ച് ആരാധിച്ചിരുന്ന സൂര്യദേവനെ ഒരു മെഴുകുതിരി പോലെ ഊതിക്കെടുത്തുന്ന ശക്തമായ പ്രഹരം എബ്രായരുടെ ദൈവത്തിൽ നിന്ന് സൂര്യദേവന്റെ മേൽ കടന്നു വരുന്നതാണ് ഈ 9-ാമത്തെ മഹാമാരി. ഓരോ മഹാമാരിയും സംഭവിച്ച വിവരണം നൽകുമ്പോൾ ബൈബിൾ അതിന് ഒരു പൊതുവായ പാറ്റേൺ അനുവർത്തിക്കുന്നുണ്ട്. മോശ ഫറവോയോട് പറയുന്നു, ഒരു മഹാമാരി സംഭവിക്കാൻ പോകുന്നു. ഈ മഹാമാരി സംഭവിക്കുമ്പോൾ അവരറിയും യഹോവയാണ്, ദൈവമായ കർത്താവാണ് ദൈവം എന്ന്. അതേ തുടർന്ന് ദൈവം ഒരു മഹാമാരി അയക്കുന്നു. അത് ഈജിപ്തിലെ ഒരു ദേവനെതിരായ ദൈവദണ്ഡനമായി മാറുന്നു. മഹാമാരി വരുമ്പോൾ ഫറവോ ജനത്തെ വിട്ടയക്കാൻ സമ്മതിക്കുന്നു. മഹാമാരി മാറിക്കഴിയുമ്പോൾ വിസമ്മതിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിയ അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിര്യക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. പിന്നീട് ഇസ്രായേലിൻ്റെ ആരാധനയും ബലിസമ്പ്രദായങ്ങളും ദൈവം ചിട്ടപ്പെടുത്തുമ്പോൾ ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന മൃഗങ്ങളെയാണ് ബലിക്കായി ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടത് എന്നതും ഈജിപ്തിലെ ആരാധനാ രീതികളെ ഇസ്രായേൽ സമ്പൂർണമായി പരിത്യജിക്കണമെന്ന ദൈവത്തിൻ്റെ പരോക്ഷമായ ആഹ്വാനമായിരുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നാം സമ്പൂർണമായി വിഗ്രഹങ്ങളെ നീക്കിക്കളയേണ്ടതുണ്ട് എന്നത് ദൈവത്തിൻ്റെ നിർബന്ധമാണ്. ദൈവമായ കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെടേണ്ട അവിഭക്തമായ അൺഡിവൈഡഡായ ഒരു ഹൃദയം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന 1-ാമത്തെ പ്രമാണത്തിൻ്റെ ആന്തരികാർത്ഥവും അതുതന്നെയാണ്. പല കാലങ്ങളിൽ പല വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച നമുക്ക് കൃത്യമായ ഒരു ദിശാബോധവും ആത്മശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്ഷണവും നൽകുന്നതാണ് വിഗ്രഹങ്ങളുടെ മേൽ ദൈവം നടത്തുന്ന ഈ ദൈവിക ദണ്ഡനങ്ങൾ. സമ്പൂർണമായ ഹൃദയത്തിൽ നിന്ന് എല്ലാ വിഗ്രഹ മാലിന്യങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ ഏകദൈവത്തിലേക്ക്, ഏകദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിലേക്ക് ഹൃദയത്തെ തിരിക്കാനും ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. വിഗ്രഹങ്ങളുടെ പിന്നാലെ അലഞ്ഞു നടന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിച്ച് രക്ഷയിലേക്ക് നയിച്ച ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മുറിക്കപ്പെടാത്ത, വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയവുമായി ഞങ്ങൾ അങ്ങയെ തേടേണ്ടതുണ്ട് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച ഈ വചനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചന വായനയിലൂടെ ഞങ്ങളെ കടത്തിക്കൊണ്ടുപോകുന്നതിനും വചനം വായിക്കാൻ ഞങ്ങൾക്ക് കൃപ തരുന്നതിനും വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നതിനും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ വിഗ്രഹാരാധനയ്ക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങയെ സ്നേഹിക്കാത്ത ഞങ്ങളുടെ കാപട്യമാർന്ന നിലപാടുകൾക്ക് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു.
ഏകാഗ്രമായ ഒരു ദൈവഭക്തിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചന വായന കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ വീണ്ടും പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനിയേൽ അച്ഛൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.